തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെ കണ്ണീര് തീർന്നിട്ടില്ല. മോദി കരയിച്ച് കളഞ്ഞു. കേൾക്കുമ്പോൾ അവർക്ക് മോദി എന്ത് ചെയ്തു? മോദി വന്നപ്പോൾ വേദിയിൽ വെച്ച് ആശാനാഥ് ഡെപ്യൂട്ടി മേയർ ചെന്ന് മോദിയുടെ കാല് തൊട്ടു. പിന്നെ സംഭവിച്ചത് ആശയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാധനായ നരേന്ദ്രമോദി ആശാനാഥിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു. ആശ ഷോക്കടിച്ച പോലെ നിന്നുപോയി. പിന്നീട് ആശ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഇപ്പോഴും അതിൻ്റെ ഗൂസ് ബംസ് എനിക്ക് മാറിയിട്ടില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എൻ്റെ പാദം തൊട്ട് നമസ്കരിക്കുന്നു. എന്തൊരവസ്ഥയായിരിക്കും. ആശാനാഥ് ഞെട്ടിപ്പോയി, ത്രില്ലടിച്ചു പോയി എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമല്ല. പക്ഷേ ഇത് മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ പ്രവൃത്തിയാണ്. ഒരു വേദിയിലേക്ക് വന്നാൽ ആദ്യം ആ വേദിയുടെ നടുക്കോട്ട് വരും, എന്നിട്ട് ശിരസ് കുനിച്ച് നടുവ് വളച്ച് അവരെ തൊഴും. പിന്നെ അദ്ദേഹം പല ചടങ്ങുകളും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ആരെങ്കിലും തൊടാൻ വന്നാൽ അദ്ദേഹം ഉറപ്പായിട്ടും തിരിച്ച് അവരുടെ പാദ നമസ്കാരം നടത്തിയിരിക്കും. ഇതൊരു സംസ്കാരമാണ്. മാത്രമല്ല, ഈ രാജേഷിനോട് കാണിച്ചത്, രാജേഷിന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് എയർപോർട്ടിൽ വരാൻ പറ്റിയില്ല. 2 പരിപാടികൾ പങ്കെടുക്കുന്നതുകൊണ്ട് എയർപോർട്ടിൽ സ്വീകരിക്കേണ്ട രാജേഷ് എന്ന് ഒരു തീരുമാനം വന്ന് രാജേഷ് വന്നില്ല. ഇവിടുത്തെ മാപ്പറകളെല്ലാം കൂടെ അത് വലിയ വിവാദമാക്കി. പക്ഷേ രാജേഷിനെ സ്റ്റേജിൽ കണ്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജേഷിനെ ചേർത്തങ്ങ് പിടിച്ച് കെട്ടിപ്പിടർന്നു. അതൊരു ജസ്റ്ററാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത്, ആശാനാഥ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണ്, മോദിയുടെ പ്രായത്തിൻ്റെ പകുതിയുടെ പകുതി ഉണ്ടാവത്തില്ല. അവരുടെയും പാദം നമസ്കരിക്കുന്നൊരു പ്രധാനമന്ത്രി. അതിലൂടെ അദ്ദേഹം എന്ത് സന്ദേശമാണ് പറയുന്നത്? അത് പിന്നെ പ്രേമകൃഷ്ണൻ മോദിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പം പോലും അദ്ദേഹത്തിൻ്റെ ജസ്റ്റേഴ്സ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജസ്റ്ററായിട്ട് മാറും. ഭയങ്കര എനർജിയും പ്രസരിപ്പിക്കും. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ യോഗയും അദ്ദേഹത്തിൻ്റെ ചിട്ടയായിട്ടുള്ള ചില ജീവിത രീതികളും ഒക്കെ അതിന് ഘടകമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അതിന് യോജിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇപ്പോൾ ഏത് രാഷ്ട്ര നേതാവാണെങ്കിൽ പോലും മോദി സംസാരിച്ചു തുടങ്ങുമ്പോൾ 2 മനുഷ്യർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രീതിയിലേക്ക് മാറാറുണ്ട്. ഉദാഹരണത്തിന് മറ്റേ ഇവിടെ ചൈനയിൽ വെച്ചിട്ട് മോദിയും പുടിനും പിന്നെ ഷീ ജിൻപിങ്ങും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരൊക്കെ ഈ ലോക നേതാക്കളൊക്കെ നിൽക്കുകയാണ്. പക്ഷേ മോദി ഒന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തോളത്തൊക്കെ കൈ കിട്ടി മാറി നിൽക്കുക പറഞ്ഞു. അപ്പോൾ വളരെ കാഷ്വലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ഈ ബുദ്ധിജീവിയാണെന്നുള്ള പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നം ഭാരം അദ്ദേഹത്തിനില്ല. സാധാരണക്കാരൻ. അപ്പോൾ പക്ഷേ അതേസമയം IQ എന്ന് പറഞ്ഞ സംഗതിയുടെ ഒരു ഭാരം മോദിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉള്ള സാധനം മുഴുവൻ EQ ആണ്, ഇമോഷണൽ കോഷ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ മീറ്റിങ്ങിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആശയുടെ കാലിൽ വീഴുന്നു, തിരിച്ച് മോദി കാലിൽ വീഴുന്നു, അല്ലേ? ആശ കാലിൽ വീഴുന്നു, ആശയുടെ കാലിൽ മോദി വീഴുന്നു. അപ്പോൾ ഇനി തൊട്ട് ആശാനാഥ്, നമ്മൾ ആശാനാഥ് കേൾക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തൊട്ടുള്ള കാലാണെന്ന്, പവിത്രമായ പാദങ്ങളായി മാറി ആശയുടെ കാലിൻ്റെ ഉടമയാണെന്നുള്ള ഒരു പരിവേഷത്തിലേക്ക് ആശ മാറിക്കഴിഞ്ഞു. അതൊരു വലിയ ജസ്റ്ററാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു യുവതിയുടെ, കേരളത്തിലുള്ള ഒരു കൗൺസിലറായിട്ടുള്ള ഒരു യുവതിയുടെ കാലിൽ തൊട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് നല്ല ചില സന്ദേശങ്ങളുണ്ട്. അപ്പം മോദി വളരെ ആചാരനിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയും കൂടെയാണ്. ഈ പാദ നമസ്കാരം എന്നുള്ള സാധനം കേരളത്തിലെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു, നമ്മുടെ വിശേഷം ഇവിടുത്തെ ഈ സഖാക്കൾക്ക് ബുദ്ധിമുട്ടാണ്. ഗുരുപൂർണിമയ്ക്ക് അധ്യാപകരുടെ കാല് തൊട്ട് കുട്ടികൾ തൊടുന്നത് വലിയ അപരാധം എന്ന് പറയുന്നത്. ശരിക്കും ഈ പാദ നമസ്കാരം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. പാദ നമസ്കാരം ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ ദേവിയെ വന്ദിക്കുക എന്നുള്ളതാണ്. അതെ, പാദത്തിന് ദേവിയാണ്, മണ്ണുമായിട്ടാണ് ചേർത്ത്, ഭൂമിയായിട്ട് ചേർത്തിരിക്കുന്ന സ്ഥലമാണ് പാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവിയുടെ പാദങ്ങളിൽപ്പെട്ട ചരണ അംബുജം, ഈ ചരണങ്ങളിൽപ്പെട്ട ഈ പിന്നെ പൊടിയെക്കുറിച്ചിട്ട് തന്നെ സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്. 2ാമത്തെ 3ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ എല്ലാ പാദ നമസ്കാരവും ഈ ശരിക്കും പറഞ്ഞാൽ ദേവി നമസ്കാരമാണ്. അപ്പം മോദിയുടെ കാലിൽ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് മോദിക്കറിയാം, തൊട്ട് മുമ്പിലുള്ള ദേവി നമസ്കരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം അത് തൊഴുതു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മെസ്സേജ് കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കാല് തൊട്ട് തൊഴുത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും തൊഴുതിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കൊച്ചു കുട്ടികളായിട്ടൊക്കെ പെട്ടെന്ന് വളരെ അവർക്ക് ഇന്നും ഒരു കുട്ടി ചിത്രം കാണിച്ചു, അതിൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് അയക്കാൻ പറഞ്ഞു, ഞാൻ കത്തയക്കാന്ന് പറഞ്ഞു. വേറൊരു സ്ത്രീ പുസ്തകം എടുത്ത് കാണിച്ചപ്പം അപ്പോൾ ക്രൗഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻ്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ
വളരെ അനായാസമായിട്ട് മോദിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടെ അദ്ദേഹത്തിന് നമ്മൾ ഈ പ്രൈം മിനിസ്റ്റർ എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഒരു പ്രൈം മിനിസ്റ്റർ മോദി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. മറിച്ച് അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് അത് അലങ്കരിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അത് ദൗത്യം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് ഇടപെടുന്ന സമയത്ത് മോദി ഈ ഒരു സ്വഭാവം പാലിക്കുന്നുണ്ട്. അതിപ്പം നമ്മളുടെ മന്ത്രിമാരായിട്ടുള്ളതാണെങ്കിൽ ഇപ്പം പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ പോലും വളരെ ഊഷ്മളമായിട്ടാണ് മോദി ഇടപെടുന്നത്. ഇപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രാക്റ്റീവ് എന്താ പറയുക ഒരു ജസ്റ്ററിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഇന്നത്തെ ആ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലുകളിൽ മുഴുവൻ അത് പ്രകടമായിരുന്നു. അതുപോലെ രാജേഷിനെ കെട്ടിപ്പിടിക്കുന്നത് അതെല്ലാം ഓരോ ജസ്റ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് മൊത്തത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതറിയാം. അദ്ദേഹത്തിൻ്റെ അത് ഇത്തരം ചില ഘടകങ്ങളാണല്ലോ ചില വ്യക്തികളെ കൂടുതൽ ആകർഷകരാക്കുന്നത്. അപ്പോൾ ഇതാണ് വോട്ട് ചോരി. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ടും ഗുണം ചെയ്യുമെന്നറിയാം. ഇതെല്ലാം മോദി രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഈ RSS പ്രവർത്തകരെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ സ്ത്രീകളെ കണ്ടാൽ പ്രായത്തിൽ ലളിതാണെങ്കിലും ചെറുതാണെങ്കിലും ചേച്ചി എന്ന് വിളിക്കത്തുള്ളൂ. അങ്ങനെ വിളിക്കുന്നത് അവർ റെസ്പെക്റ്റ് ചെയ്യലാണ്, ആദരിക്കലാണ്. സ്ത്രീകളെ മാനിക്കുക എന്നുള്ളത് സംഘപ്രവർത്തകരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിലൊന്നാണ്. അത് പ്രായം നോക്കത്തില്ല, ആദരവോടെ സംസാരിക്കാവൂ. അതിപ്പം നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലേക്ക് പോയാലും എത്ര പ്രായമുള്ള മനുഷ്യനാണെങ്കിലും കൊച്ചുകുട്ടിയെ അമ്മ എന്നേ വിളിക്കത്തുള്ളൂ. പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ അമ്മ എന്നേ ചോദിക്കത്തുള്ളൂ. ആ അമ്മ എന്നുള്ള ചോദ്യത്തിൽ തന്നെ ആ കുട്ടിയോടുള്ള റെസ്പെക്റ്റ് അതിനകത്ത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേവി സങ്കല്പത്തിലാണ് നമ്മളിവിടെ സ്ത്രീയെ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു പൊതു കൾച്ചറിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കണം. മോദി സ്വാഭാവികമായിട്ടും അവരുടെ ആശാനാഥ് ഞെട്ടിക്കാണും അല്ലേ? സ്വാഭാവികമായിട്ടും ഞെട്ടത്തില്ല. ആശയ്ക്ക് തന്നെ ആശയുടെ കാലുകൾ കാണും, പാദങ്ങൾ കാണുമ്പോൾ അത്ഭുതം മോദി തൊട്ടുതൊഴുത പാദങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ കുറെ ദിവസത്തേക്ക് ഇങ്ങനെ നിൽക്കത്തില്ല. അല്ല പിന്നെ അത് വലിയ ത്രില്ലാണ്. പക്ഷേ ആശ എന്ന് പറയുന്നത് വളരെ മിടുക്കിയായ ഒരു യുവ നേതാവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ എന്നുള്ള പദവിയിൽ അവരെത്തുന്നത് അവരുടെ കഴിവുകളുടെ അംഗീകാരം കൂടിയാണ്. ആ കഴിവുകളുടെ അംഗീകാരത്തിന് മോദിയുടെ ഒരു സീൽ കിട്ടി. അതെ അല്ലേ? അതെ, തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന സമയം. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് നമ്മൾ ഈ ഇത് സംസാരിക്കുന്നത് പോലും അതിന്റെ ഒരു കൗതുകത്തിന്റെ അംശം എടുത്തിട്ടാണല്ലോ. അതെ, കൗതുകമല്ല, അതിന്റെ ത്രില്ലാണ്. ആ ത്രില്ല് നമുക്കും ഉണ്ടാവുന്നു. അപ്പോൾ നമുക്കത് ഇത്രയും ത്രില്ലാകുമ്പോൾ ആശ ഏത് ലോകത്തായിരിക്കും? അതെ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. കാര്യം വളരെ ഓർക്കുമ്പോൾ സുഖം തോന്നുന്നൊരു സംഗതിയാണ്. അതെ അതെ, കാരണം അതിന്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ അടുത്ത തലമുറയ്ക്ക് കൈമാറാം. അതെ തീർച്ചയായിട്ടും. പിന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തൊട്ട കാലുകൾ പ്രൈം മിനിസ്റ്ററാൽ വന്ദിക്കപ്പെട്ട പാദങ്ങളാണ്. അപ്പോൾ അത് പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മഹാപഞ്ചായത്ത് എന്ന പരിപാടി നടന്നത് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. CPM അല്ല കോൺഗ്രസിൻ്റെ ജയിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ജനപ്രതിനിധികളുടെ യോഗമാണ്. ഇത്തരം ഒരു ജസ്റ്ററൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല, പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. എന്തുകൊണ്ടായിരിക്കും? ഇതൊക്കെ ഓരോ വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ, അതിനെ നമുക്ക് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളുടെ സ്വഭാവത്തിൻ്റെ രീതിയായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ജവഹർലാൽ നെഹ്റുവിന് ഇത്തരം ചില ജസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഇപ്പം മാല കിട്ടിക്കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക, പുഷ്പം കിട്ടിക്കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക. ഇപ്പം നയനാർ, ഇ കെ നയനാർ ഈ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞാലും അസംബ്ലിയിൽ നിന്ന് കഴിഞ്ഞാലും ആരോട് സംസാരിച്ചാലും ഒരേ രീതിയിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ശരീരഭാഷയാണ്. ഇതിനകത്ത് ആകെ മാറ്റം വന്നൊരു ശരീരഭാഷ ഉള്ളത് ഒരേ ഒരു നേതാവിനെ എൻ്റെ ഓർമ്മയിൽ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ ഈ വെട്ടിനിർത്തൽ സമരം വരെ പണ്ട് പരമ ബോർഡനായിരുന്നു. അത് ഞങ്ങളൊക്കെ അസംബ്ലിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ പോകില്ല. കാരണം അദ്ദേഹം ലൈബ്രറിയിൽ വന്നിരുന്ന് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ബിംബം പോലെയാണ് അദ്ദേഹം ഇരുന്ന് വായിക്കുന്ന സാധനം. ആരോടും യാതൊരു സൗഹൃദവും ഇല്ല. മറിച്ച് അദ്ദേഹം ഈ മറ്റേ വെട്ടിനിർത്തൽ സമരം ഒന്ന് കേൾവി കൊണ്ട ആ സമരം ഉണ്ടല്ലോ, അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പൂർണ്ണമായിട്ടൊരു മാറ്റം വരുത്തിയിരിക്കും. ഷാജഹാനും BC ജോർജും കൂടെ വരുത്തിയ മാറ്റമാണ്. അത് തീർച്ചയായിട്ടും. മാത്രമല്ല അതുവരെ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ അരോചകമായിരുന്നു. അതെ. പക്ഷേ ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് നീട്ടലും കുറുക്കലും കേൾക്കാൻ വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി. അത് എൻ്റെ ഒരു ഓർമ്മയിൽ ഈ സ്വഭാവം അങ്ങനെ മാറ്റിയിട്ടുള്ള കൗതുകമായിട്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കിടന്നൊരു പ്രസംഗം നെറ്റിൽ കിടന്ന് ഓടുന്നുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെ മറ്റേ മൈക്രോ ഫിനാൻസ് കേസിൽ എല്ലാം ഞാൻ കുരുക്കിയിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ
പറഞ്ഞു നിങ്ങൾ വേണം VS എന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ ഞാൻ കൽത്തുറുങ്കിൽ അല്ല എന്നെ തൂക്കിക്കൊന്നോട്ടെ എന്ന്. അപ്പോൾ എടോ നടേശ, കള്ളത്തിനും മോഷണത്തിനും തൂക്കിക്കൊലയില്ല, കൽത്തുറുങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൽത്തുറുങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാ. പക്ഷേ ഇതിനകത്ത് ഞാൻ നോക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ കാണിക്കുന്ന ഒരു തന്നെ ബഹുമാനിക്കുന്നവർ, തന്നോട് ആദരവ് കാണിക്കുന്നവർ തിരിച്ച് അതിൻ്റെ പല മടങ്ങായി തിരിച്ചു കൊടുക്കുന്നു. അതൊരു സംസ്കാരമാണ്. പിന്നെ അല്ല, അതൊരു നല്ല സംസ്കാരം തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് ഒരു സാംസ്കാരികമായിട്ടാണെങ്കിലും ജസ്റ്ററായിട്ടാണെങ്കിലും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണെന്ന് പറയണം. അതെ അതെ, അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഈ മനുഷ്യനും തമ്മിലുള്ള, അപ്പോൾ അതിപ്പോൾ അദ്ദേഹത്തിനെ എതിർക്കുന്ന ആ വ്യക്തികളാണെങ്കിൽ പോലും സ്വീകരിക്കുന്നതിനകത്തുമൊക്കെ ആ ഒരു ഊഷ്മളത ഇപ്പോൾ അദ്ദേഹത്തെ എപ്പോഴും പാലിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടും ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഓരോ ജസ്റ്റേഴ്സും ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ചില നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന PR ഏജൻസികൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്ന പ്രയോജനം ഒറ്റ ജസ്റ്ററുകളുണ്ട് മോദി അത് പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിലുള്ളതാണ് സാധ്യമാകുന്നു. കാരണം ഞാൻ അടുത്ത കാലത്ത് ഒരു ചിത്രം കണ്ടിരുന്നു. BJPയുടെ വലിയ നേതാക്കന്മാരൊക്കെ കസേരയിലിരിക്കുമ്പോൾ തറയിലിരിക്കുന്ന നരേന്ദ്രമോദി. ആ ചിത്രം കണ്ടു കാണും. അങ്ങനെയാണ് മോദി മണ്ണിൽ നിന്ന് വന്ന ആളാണ്. RSS കാര്യാലയത്തിലെ ബെഞ്ചിൽ കിടന്നുറങ്ങിയ ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രം പറയുന്നത് പോലെ ചായ വിറ്റ് നടന്നിട്ടുണ്ട്, ചായക്കടക്കാരനാണ്. ഇപ്പോൾ ഡൂൺ സ്കൂളിലൊക്കെ പഠിച്ചവർക്ക് മാത്രം പ്രാപ്യമായ ഒരു പദവിയാണ് പ്രധാനമന്ത്രി പദം എന്നുള്ളത് മാറ്റിയെടുത്തിട്ട് സാധാരണക്കാരന് പ്രധാനമന്ത്രിയാകാമെന്ന് തെളിയിക്കുകയും ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ലോകം മുഴുവൻ തൻ്റെ അംഗീകാരം നേടാൻ കഴിയുകയും ചെയ്യുന്നു. ജനഹൃദയങ്ങളിൽ ജീവിക്കാനും പറ്റുന്നു. അല്ലാതെ ഇപ്പോൾ ഈ ലോക നേതാക്കളുടെ പോകുമ്പോഴൊക്കെ മോഡിയുടെ ഈ ഒരു പിന്നെ ബോഡി ലാംഗ്വേജും ജസ്റ്ററും വളരെയധികം പോപ്പുലറാണ്. അതുകൊണ്ടാണ് ഈ ഇറ്റലിയുടെ മെലോനിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ 37 എടുക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതൊക്കെ ചില വ്യക്തികളുടെ, ഞാൻ പറഞ്ഞ ഉദാഹരണം ഇന്ദിരാഗാന്ധിക്ക് ഈ ഒരു സവിശേഷത ഉണ്ടായിരുന്നു. ഇപ്പം മോദിയുടെ കണക്കാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും മനുഷ്യരായിട്ട് ഇടപെടുന്നതിൽ അവർ പെട്ടെന്നൊരു ഒരു സ്ത്രീയുടേതായിട്ടുള്ള ഭാവങ്ങളിലേക്ക് പോവുകയും കൗതുകങ്ങൾ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ മറ്റേ മ്യൂസിയത്തിലൊക്കെ പോകുന്ന സമയത്തും അവരുടെ ആ വ്യക്തി ജീവിതത്തിൽ അവർ സ്വീകരിച്ചതിൻ്റെ അവരുടെ കൗതുകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നേതാക്കളുടെ ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് അച്യുതമേനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും ഒരു സൗമ്യത ഒരു എന്താ പറയുക, ഊഷ്മളമായിട്ട് ചിരിക്കുകയോ അതല്ലെങ്കിൽ ഒരു സൗഹൃദം കാണിക്കുകയോ ചെയ്യുന്നത് കാണിക്കത്തില്ല. പക്ഷെ അദ്ദേഹം നല്ല ഭരണാധികാരിയായിരുന്നു, അഴിമതി നടത്തിയിട്ടില്ലാത്ത വ്യക്തിയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് മിണ്ടാതിരുന്നു, അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുടെ ഒരു ജസ്റ്റർ എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ജനങ്ങളെ എന്താ പറയുക ആകർഷിക്കാനും പ്രാപ്തമായ ജസ്റ്ററാണ്. അതിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വന്നത് യഥേഷ്ടം അദ്ദേഹം അത് കാണിച്ചത് മാത്രമല്ല, ഈ ഇന്നത്തെ പരിപാടിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളുണ്ടായിരുന്നു. അതുകൂടാതെ ചാനലുകളിലായിട്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് കേട്ടറിഞ്ഞു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, ആശാനാഥനോട് വല്ലാത്ത കുശുമ്പ് തോന്നും, അസൂയ തോന്നും. പ്രധാനമന്ത്രിയുടെ കരസ്പർശമേറ്റ പ്രധാനമന്ത്രി നമസ്കരിച്ച പാദങ്ങളുടെ ഉടമയാണ് ആശാനാഥെ. എനിക്കുമുണ്ട് ഒരു കുശുമ്പ് അല്പം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.